എന്റെ ജീവിതത്തില് എനിക്ക് ഒരു പെൺകുട്ടിയോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. അനാമികയെ കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും ആ പെൺകുട്ടിയായിരുന്നു എന്റെ മനസ്സില്. ഇന്നും അവള് തന്നെയാ നന്ദു. നന്ദുവിനെ അല്ലാതെ മറ്റു ഒരു പെൺകുട്ടിയും എനിക്ക് എന്റെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ താല്പര്യമില്ല. എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് സങ്കല്പിക്കാനും കഴിയില്ല. അത് ശരി, കെട്ടൂടാ നീ അവളെ? കെട്ടൂന്ന് എന്റെ മുന്നിൽ വെച്ച് വഴക്ക് വേണ്ട. ഇവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ അച്ഛാ? അവൻ അവന്റെ മനസ്സിലുള്ളതാ പറഞ്ഞത്, അതിലെന്താ തെറ്റ്? എന്നാലും ഈ മുഹൂർത്ത സമയത്താണോ മോനെ നീ ഇതൊക്കെ പറയുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വല്യമ്മേ, എന്നിട്ട് ആരും അത് കേൾക്കാതിരുന്നല്ലേ? ഇതെല്ലാം കൂടെ എന്റെ മനസ്സിൽ വീർപ്പ് മുട്ടുകയായിരുന്നു. അതുകൊണ്ടാ ഞാനെല്ലാം തുറന്നടിച്ചപ്പോ പറഞ്ഞത്. കുറച്ചു മുമ്പ് നന്ദു എന്നെ വിളിച്ചിരുന്നു. ആ വേണുവും അയാളുടെ മകളും കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അനാമികമായിട്ടുള്ള ഡിവോഴ്സ് നടക്കാതെ അനിയുടെ നിശ്ചയം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് അനിയെ അറസ്റ്റ് ചെയ്യണം, അതായിരുന്നു കംപ്ലൈന്റ്. വേണുവും അവന്റെ മോളും ഒക്കെ ഇതെങ്ങനെ അറിഞ്ഞൊന്നും എനിക്കറിയില്ല. അറിയിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. എന്തായാലും സാഹചര്യങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഈ നിശ്ചയം വേണ്ടാന്ന് വെക്കാം. മുത്തശ്ശൻ എന്തൊക്കെയാ പറയുന്നേ? അവന്തിക വളരെ സന്തോഷത്തിലാ, പ്രതീക്ഷയില്ല. അതില് സങ്കടമുണ്ട് മോളെ. പക്ഷേ ഇവന്റെ നിലപാട് കണ്ടില്ലേ? എനിക്ക് വയ്യ ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം കൂടെ ചെയ്യാൻ. അവന്തികയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് വീണ്ടും തല്ലും വഴക്കും കൂടെ എനിക്ക് വയ്യ. എന്നോട് പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ആദർശേട്ടന്റെ കസേര പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമായിരുന്നു. എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞപ്പോ ഞാനത് അനുസരിച്ച ആളാ. പക്ഷേ ഇതിനെന്നെ നിർബന്ധിക്കരുത് മുത്തശ്ശ. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ, ഇവളുടെ അനിയത്തിയെ കനകയുടെ മോളെ നീ എന്റെ മരുമകളായിട്ട് കൊണ്ടുവന്ന അവളെ നിലവിളക്ക് കൊടുത്ത് കൈ പിടിച്ച് കയറ്റുന്നത് ഞാനായിരിക്കില്ല. ആ സമയത്ത് അവളുമായി അകത്തേക്ക് വരുന്ന നിനക്ക് കാണാം ഫാനിൽ കിടന്ന് ആടുന്ന നിന്റെ അമ്മയുടെ ജഡം. ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും. എന്റെ വെള്ള പൊതുപ്പിച്ച ശരീരം കണ്ടിട്ടേ നിനക്ക് അവളുമായിട്ടുള്ള ജീവിതം തുടങ്ങാൻ പറ്റൂ. വല്ലാത്തൊരവസ്ഥയില മുത്തശ്ശൻ ഞാൻ. നീ വിഷമിക്കണ്ട മോനെ. എന്തായാലും കാര്യങ്ങൾ എത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി ഈ നിശ്ചയം വേണോ വേണ്ടേ നമുക്ക് ആലോചിക്കാം. അനാമികയെ അവളുടെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. അതുപോലെ നന്ദു കംപ്ലൈന്റ് കിട്ടിയെന്നും പറഞ്ഞ് ഇവിടെ വന്നെന്നും ഞാൻ കണ്ടിരുന്നു. അങ്ങനൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തല്ലോ നന്ദുവിന്. ഒരു പെങ്കൊച്ചിനെ ഒരുപാട് മോഹിപ്പിച്ചിട്ട് അതിനെ കരയിപ്പിക്കുന്നത് ശരിയല്ല മോനെ. പിന്നെ നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ന്യായമുണ്ട്. അതുകൊണ്ടാ ഇതുവരെ ഞാനൊന്നും പറയാത്തത്. അജയൻ എന്താ ഒന്നും മിണ്ടാത്തത്? അത് ഞാനെന്ത് പറയാനാ? ഈ ജാനകിയോടൊക്കെ ഞാൻ പലതവണ പറഞ്ഞതാ, ഇവന്റെ നിലപാട് കണ്ടിട്ടേ ഈ ബന്ധം വേണ്ടെന്ന്. മോളുടെ അച്ഛനും അമ്മയ്ക്ക് അപ്പുറത്തിരിപ്പുണ്ട്. അനിയുടെ അവന്തികയുടെ നിശ്ചയം കഴിഞ്ഞാ ഇനി നന്ദുവിന്റെ പേര് പറഞ്ഞ് അവരെ ആരും ആക്ഷേപിക്കില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ.
ഇനിയിപ്പോ നിശ്ചയം മുടങ്ങിയെന്നറിഞ്ഞാ അച്ഛനും അമ്മയ്ക്കും അത് വലിയ വിഷമമായിരിക്കും. അച്ഛനും അമ്മയും കണ്ടോ, ഇവിടെ ബ്യൂട്ടീഷ്യനെക്കാളും നന്നായിട്ട് ഒരുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. നയനയും ഏട്ടത്തെയും ഒന്നും. അവരിങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാ അതിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് അനി വന്നത്. എന്തു പറ്റും മുത്തശ്ശ? അവൻ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് മോളെ. അവൻ ഈ അടുത്ത സമയത്ത് പന്ത് തട്ടുന്ന പോലെ തട്ടുക. അതേപ്പറ്റി ശരിക്കും പറഞ്ഞ ഞങ്ങൾ ആരും ആലോചിച്ചില്ലെന്ന് വേണം പറയാൻ. അവൻ എൻ്റെ ഇളയ കൊച്ചുമോനാ. പക്ഷേ അവന് കൊടുത്തിരിക്കുന്ന ഭാരവോ എടുത്താ പൊങ്ങാത്തതും. അതൊക്കെ അവൻ നന്നായിട്ട് മാനേജ് ചെയ്യുന്നില്ലേ അച്ഛാ? ചെയ്തു. എങ്കിലും അവനിപ്പോ പരിധി വിട്ടുപോയി. അവനീ ബന്ധം വേണ്ടെന്നാ പറയുന്നത്. അതവൻ നേരത്തെയും പറഞ്ഞതാണല്ലോ. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ടെന്നല്ലേ അച്ഛനും അമ്മയും പറഞ്ഞത്? അത് മാത്രമല്ല ജലജെ, ആ വേണു എന്നെ വിളിച്ചിരുന്നു, അനാമികയുടെ അച്ഛൻ. അവൻ വിളിച്ചിട്ട് ബന്ധം പിരിയുന്നതിന് മുൻപ് നിശ്ചയം നടത്തുന്നത് എവിടത്തെ ഏർപ്പാടാണെന്ന് ചോദിച്ചു. അതിനവരൊക്കെ നിന്റെ നിശ്ചയം എങ്ങനെ അറിഞ്ഞ? അതൊക്കെ ചോർത്തി കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. അതെല്ലാം ചെയ്തത് നന്ദുവും അവളുടെ അച്ഛനും അമ്മയും കൂടി ആയിരിക്കും. രണ്ടെണ്ണം ഇപ്പൊ എത്തി കാണുമല്ലോ. അവരെ വെറുതെ പഴി പറയരുത്. വേണു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നന്ദു അടിക്കാൻ വിളിച്ചിരുന്നു. ഓ, അങ്ങനെ വരട്ടെ. അവൾക്ക് ഈ ബന്ധം നടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവളായിരിക്കും വേണുവിനെ കൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുപ്പിച്ചത്. ഇനി അവള് വരും നിശ്ചയം നടക്കുന്ന സമയത്ത് അത് മുടക്കാനായിട്ട്. തൽക്കാലം അതുകൊണ്ടൊക്കെ ഈ ചടങ്ങ് വേണ്ടാന്നാണ് എന്റെ തീരുമാനം. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചിട്ട് അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? ഞാനല്ല, അനിയാ പറഞ്ഞത്. അവൻ ഈ ബന്ധം വേണ്ടാന്ന്. എന്ന് മാത്രമല്ല, അവൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറഞ്ഞു. നന്ദു അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കില്ലെന്ന്. അവളോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ? അവര് തമ്മിൽ രഹസ്യമായിട്ട് കാണുന്നുണ്ടെന്ന് അഭി പലതവണ എന്നെ അറിയിച്ചതാ. അതൊക്കെ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടാളും അത് നിസ്സാരമായിട്ട് തള്ളുമായിരുന്നു. നന്ദുവിനെ എനിക്ക് കിട്ടുമെന്ന് അവന് ഉറപ്പില്ല. പക്ഷേ നന്ദു അല്ലാതെ ഒരു പെൺകുട്ടി അവന്റെ മനസ്സിലില്ല. ഈ സാഹചര്യത്തിൽ മോൾ അവന്റെ ജീവിതത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് അനാമികയും അവനും തമ്മിലുള്ള ദാമ്പത്യം പോലെ തന്നെ ആയിരിക്കും. എന്നും അടിയും വഴക്കുമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും തള്ളി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അവന്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകാതെ എനിക്ക് തൽക്കാലം ഈ ചടങ്ങ് നടത്താൻ പറ്റില്ല. ഒരുപാട് തടസ്സങ്ങൾ വന്നിരിക്കുക. നന്ദുവിന് ഒരു കംപ്ലൈന്റ് കിട്ടിയതുകൊണ്ട് അവൾക്ക് അതിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടിയും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ വീണ്ടും കലഹം ഉണ്ടാവും. മോള് തൽക്കാലം ഒന്ന് ക്ഷമിക്കും മോളെ. ആദ്യം എന്നെ കാണാൻ ഒരുത്തം വന്നു, ഒരു വക്കീല്. അവന് വേണ്ടാന്ന് പറഞ്ഞു. ആ ദേഷ്യത്തിലാ അനിയേട്ടന് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതും ഇപ്പൊ മുടങ്ങി. ഇത് അനിയേട്ടനല്ല, എന്നെയാ ഒരുമാതിരി കോമാളിയാക്കുന്ന. തൽക്കാലം ഇത്തിരി വേദനയോടെയാണെങ്കിലും ഞാൻ പറയുകയാണ്, ഈ ചടങ്ങ് നടത്താൻ നിർവാഹമില്ല മോളെ.
നന്ദുവിനെ കൊണ്ടുവരില്ലെന്ന് വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ട് അവളെ കൊണ്ട് ഗോവിന്ദനും കനകയും കൂടെ ഈ പണിയാണ് കാണിച്ചത്. എന്തായാലും നിന്റെ അമ്മയും അച്ഛനും കൊള്ളാം നവ്യേ. ഞാൻ ഇതിനകത്തൊന്നും പ്രതിയല്ല. എനിക്ക് ഈ നിശ്ചയം മുടങ്ങിപ്പോയതിലേ നല്ല വിഷമമുണ്ട്. അവന്തിക നമ്മുടെ സൈഡിലല്ലെങ്കിലും നന്ദുവിനെ ഒഴിവാക്കാനായിട്ട് അനി ഇവളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹവും എന്റെ പ്രാർത്ഥനയും. ഞാൻ ആഗ്രഹിച്ച മരുമകളെ തന്നെ ഞാൻ എനിക്കൊപ്പം ചേർത്ത് നിർത്തും. അതിനി ആര് തടയാൻ ശ്രമിച്ചാലും നടക്കില്ല. മോള് വിഷമിക്കണ്ട. മോള് ചിന്തിക്കുന്ന രീതിയിലേ എല്ലാം നടക്കും. എനിക്ക് തോന്നുന്നില്ല അമ്മായി, ഇത് അനിയേട്ടനും നന്ദുമായിട്ടുള്ള ഒരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നേ. അതിനുള്ള സാധ്യതയാ ഞാനും കാണുന്നത്. വേണുവിനെയും അനാമികയെ ഇളക്കി വിട്ടത് അവര് തന്നെയാ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ നല്ല വാശി കയറിയിട്ടുണ്ട്. അങ്ങനെ വാശി കയറി കഴിഞ്ഞാലേ അവര് തീരുമാനിക്കുന്ന പോലെ ഇനിയെല്ലാം നടക്കത്തുള്ളൂ. അനിക്ക് ഈ കല്യാണത്തോട് ഒരു താല്പര്യവും ഇല്ല. അല്ലെങ്കിൽ നിശ്ചയം പോലും ഇല്ലാതെ കല്യാണം നടത്തായിരുന്നു. അവന്റെ താല്പര്യമൊന്നും നോക്കണ്ട. അവൻ ഇഷ്ടപ്പെട്ട ഒരുത്തിയെ കൊണ്ടുവന്നല്ലോ. അവളും അവളുടെ അച്ഛനും അമ്മയും കൂടിയല്ലേ ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയിട്ട് പോയത്. ഇനി എന്റെ അവന്തിക മോള, എന്റെ മരുമോള്, അതിനി ഒരു മാറ്റം ഉണ്ടാവില്ല. വരുന്നുണ്ട്. എല്ലാം മുടക്കിയിട്ട് സങ്കടം കാണിച്ചിട്ട് പോവാനുള്ള പുറപ്പാടോ? എന്തായാലും നീ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നല്ലോ കനകെ. മോതിര കൈമാറ്റം തടസ്സപ്പെട്ടല്ലോ. അതിന് എന്റെ അച്ഛനും അമ്മയാണ് ഉത്തരവാദികള്. പിന്നെ അല്ലാതെ ആരാ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ഇവളുടെ ആണെന്നാ എനിക്ക് തോന്നുന്നത്. ആണെങ്കിലേ കണക്കായിപ്പോയി. അതുകൊണ്ട് അപ്പച്ചിക്ക് എന്തിപ്പോ ചെയ്യാൻ പറ്റും? നീ കൂടുതൽ ചൂടാവണ്ട. നിന്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതെങ്ങനെ അറിയുന്നേ? എന്റെ മനസ്സിൽ എന്താന്നേ എനിക്കേ അറിയാൻ പറ്റൂ. പിന്നെ എന്നെ സ്നേഹിക്കുന്നവർക്കും. അതല്ലാത്തവർക്ക് ഈ രീതിയിലേ ചിന്തിക്കാൻ പറ്റൂ. നീ കൂടുതൽ ചൂടാവണ്ട. അമ്മയും അമ്മായും പറയുന്നതിൽ കാര്യമുണ്ട്. എന്ത് കാര്യമുള്ളത്? വേണു അനാമികയും കംപ്ലൈന്റ് കൊടുത്തതുകൊണ്ടാ നന്ദു മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണോ? ഞങ്ങളാരും അവളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല. അതോടെ എല്ലാം തീർന്നല്ലോ. 2 മക്കളെ കല്യാണം കഴിപ്പിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഇയാളുടെ ഈ കുമ്പസാരം. ഇയാൾക്ക് ഹൃദയം ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയം. ഹൃദയമില്ലാത്ത പലരും ഇവിടെ ഉണ്ട്. അവരൊക്കെ ഈ വീട്ടിലുള്ളതാ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്താ ഇവിടെ? എന്റെ മോളുടെ നിശ്ചയം മുടക്കിയതും പോരാ, പിന്നെ ഇവര് ന്യായീകരിക്കുമല്ലേ? ഞങ്ങൾ ആരും ന്യായീകരിച്ചില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെയൊക്കെ പ്രതികളാക്കി കാണുന്നതാ ഞങ്ങളുടെ വിഷമം. നന്ദുവിനെ പോലും കൂട്ടാതെയാ നയനയുടെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നത്. എല്ലാത്തിനും കാരണം അനാമികയെ അവളുടെ അച്ഛനും അമ്മയാ. എന്നുവെച്ച് അവര് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തപ്പോഴേക്കും നന്ദു ഇവിടെ മുത്തച്ഛനെ വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എടാ, നന്ദു ഒരു എസ് ഐ. ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവളത് വലിച്ചു കയറി കളയണം. എന്നാലും ഇത്ര തിടുക്കപ്പെട്ട് വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ നിശ്ചയം നടന്നിരുന്നെങ്കിലേ നന്ദു ഇവിടെ വന്നേനെ. അവള് പോകുമ്പോ അനിയൻ കൂടെ കൊണ്ടുപോയേനെ. നിങ്ങളൊക്കെ എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി, അനി തുടക്കം മുതലേ ഈ ബന്ധത്തെ എതിർത്തതാ. ആ എതിർപ്പിന് കാരണം നന്ദുവാ. അതുകൊണ്ട് അവനും അവളും കൂടെ ഉണ്ടാക്കിയ ഒരു നാടകം അല്ലെങ്കിൽ പോലും അതല്ലെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ആരുടെയും മുഖത്തല്ല കനകെ നിന്റെ മോള് കരിവാരി തേച്ചത്. അച്ഛന്റെ അമ്മയുടെ മുഖത്താ. നന്ദു അവളുടെ ഡ്യൂട്ടിയാ ചെയ്തത്. മുത്തശ്ശൻ അത് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിലും നിന്റെ മുത്തശ്ശന്റെ മനസ്സിൽ നല്ല മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുള്ള പരിഹാരം അവർ ചെയ്തോളും. ബാക്കിയുള്ളവർ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ, ഇവള് ഈ നിൽക്കുന്ന ഇവളുടെ അച്ഛനും അമ്മയുണ്ടല്ലോ,
അഷ്ടിക്ക് വകയില്ലെങ്കിലും കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഇപ്പോഴും ആ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. രണ്ടു മക്കളെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ വീട്ടിന്റെ താളം തെറ്റിച്ചല്ലോ. എന്നിട്ടിനി മൂന്നാമത്തവളെയും ഇവിടേക്ക് പറഞ്ഞു വിടാനാണ് ശ്രമിക്കുന്നത്. മക്കളെ കെട്ടിക്കാൻ കയ്യിൽ പൈസ ഇല്ലെങ്കിലേ നിന്റെ ഇയാളുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ ബന്ധങ്ങളെ തേടി പിടിക്കടി. അർഹതയില്ലാത്തിടത്തേക്ക് നുഴഞ്ഞു കയറാതെ. നിർത്ത ആദർശേട്ടാ, ഇത്രയും ദിവസം അനിയെ വിമർശിച്ചിട്ട് അവന്തികയുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇപ്പോഴും ഈ നിശ്ചയം മുടങ്ങിയതിൽ നല്ല വിഷമവുമുണ്ട്. അവന്തികയുടെ സങ്കടത്തിൽ നല്ല വേദനയും ഉണ്ട്. എങ്കിലും ഞാൻ പറയുക, ഇനി അനിയെ ഞാൻ ശാസിക്കാനോ ഉപദേശിക്കാനോ ഇല്ല. അനിക്കിഷ്ടപ്പെട്ട ബന്ധം അനി തിരഞ്ഞെടുക്കട്ടെ. കേട്ടോടി ജാനകി പറഞ്ഞത്? എന്നുവെച്ചാ ഇവളുടെ അനിയത്തി വന്നാലും കുഴപ്പമില്ല എന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. കേട്ടോടി ജാനകി പറഞ്ഞത്? എന്നുവെച്ചാ ഇവളുടെ അനിയത്തി വന്നാലും കുഴപ്പമില്ല എന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണ ആലോചനയായിട്ട് എന്റെ വീട്ടിലേക്ക് പോയതാ. അന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയും പറഞ്ഞ് തിരുത്തി വിട്ടതേ ദേ ഈ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയാ. എന്നിട്ടാ അവരെ കുറിച്ച് വേണ്ടാത്ത വർത്താനം അപ്പച്ചി ഇപ്പൊ പറഞ്ഞത്. ഇനി ഒരു പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നന്ദുവിനെ ഏത് നേരവും ഉപദേശിച്ചുകൊണ്ട് നടക്കുക എന്റെ അച്ഛനും അമ്മയും. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാ. എന്നിട്ടും എന്റെ അച്ഛനെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതാണ് എന്റെ നിലപാട്. ഇനി അനിയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിരെ നിൽക്കില്ല. നിന്റെ തീരുമാനം അതാണോ ആദർശേ? അതെ, നയന എന്ത് പറയുന്നോ അതിനൊപ്പം ഞാൻ നിൽക്കും. ഏട്ടത്തി തെറ്റ് പറഞ്ഞാലും ഏട്ടൻ കൂടെ നിൽക്കോ? അങ്ങനെ നിന്റെ ഭാര്യയെ പോലെ തെറ്റ് പറയുന്നവളല്ല നയന. അതുകൊണ്ട് കൂടെ തന്നെ നിൽക്കും. എല്ലാവരും ഒന്ന് നിർത്ത്. എന്റെ മരുമോളുടെ അച്ഛനും അമ്മയാ ആദർശിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വിളിച്ച പ്രകാരം ഇവിടെ വന്നിരിക്കുന്നത്. അവരെ അപമാനിച്ചു വിടാൻ ഇവിടെ ആർക്കും ഒരു യോഗ്യതയില്ല. മോള് വിഷമിക്കണ്ട. നിന്നോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല ഞങ്ങളിത് പറഞ്ഞത്. പക്ഷേ നിന്റെ അമ്മയോടും ഇവളോടും ഒന്ന് നിയന്ത്രിക്കാൻ പറയണം. വാശിയെടുത്താലേ ഞങ്ങളും അതേപോലെ പോയെന്നിരിക്കും. ഒരു സമയത്ത് കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചു വിടണമെന്ന് കനക ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ അവൾക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല. അർഹിക്കാത്തത് കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇങ്ങനൊന്നും സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുമ്പോ മുഖത്ത് നോക്കി അച്ഛൻ നല്ല 4 വർത്താനം പറയണം. അപ്പച്ചിക്ക് അച്ഛനെ അമ്മയും ശാസിക്കാനുള്ള ഒരു അവകാശവുമില്ല. സ്വന്തം മോൻ പോലും ഈ കുടുംബത്തെയും മൂർത്തിസ് ജ്വല്ലറിയും തകർക്കുന്ന പ്രവൃത്തികളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എല്ലാവരും സഹിച്ചും ക്ഷമിച്ചുവാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാ ഒരു തെറ്റ് ചെയ്യാത്ത എന്റെ അച്ഛനെ അമ്മയും വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയുന്നത്. പോട്ടെ മോളെ, ഇനി ഒരു വഴക്കിനും തർക്കത്തിനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾ പോവാ. എന്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് അവളെ ആര് വേദനിപ്പിച്ചാലും അത് ഞങ്ങൾ സഹിക്കില്ല, പറഞ്ഞേക്കാം. മുത്തശ്ശനിപ്പോ ഈ വീടിന്റെ നിയന്ത്രണവും താക്കോലും നയനയ്ക്കാ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട്
എല്ലാരും പറയേണ്ടതേ പറയാവൂ. നിങ്ങൾ എല്ലാരും കൂടി സംസാരിച്ച് അവസാനം ഇവളെ വേദനിപ്പിക്കരുത്. നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാക്കരുത്. അനിയുടെ നിശ്ചയം നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് മൂർത്തി സാറിനോടും കുടുംബത്തോടും ബാർഗൈൻ ചെയ്യായിരുന്നു. അടുത്ത കുടുംബ കോടതിയിൽ നിങ്ങൾക്കത് പറയായിരുന്നു. ആ ഡിവോഴ്സ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ അനിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നവീൻ. അതുകൊണ്ട് നവീനും അനിയും തമ്മിൽ എന്തെങ്കിലും ഒരു കളിയുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. തിരിച്ചടിക്കും മോളെ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അനി നിനക്ക് സ്വന്തമാവണം. അതിനുശേഷമേ ഞാനും മോളും തമ്മിൽ അടുപ്പമുണ്ടെന്ന് എല്ലാവരും അറിയാവൂ. ഞാൻ മടങ്ങി വന്നതേ പഴയ നയനായിട്ടാ. ഇനി ആരുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കുന്ന പ്രശ്നമില്ല.